ഇന്ന് റെസ്പോൺസ് കെയറിൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന തമ്മിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത ജയും അതേപോലെ ഫയാസുമാണ്. റെസ്പോൺസ് കെയറിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ രണ്ടു ദിവസം ഒരാഴ്ച മുന്നേ കാണും അല്ലെ, ഒരു ഫേക്ക് പോക്സോ കേസ് കംപ്ലൈന്റ് വന്നില്ലായിരുന്നു. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട്, അതെ, പത്തനംതിട്ടയില് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ സഹപാഠികൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, അതായത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് മുമ്പേ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കി കഴിഞ്ഞപ്പോൾ പെണ്ണ് പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഫേക്ക് പോക്സോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇപ്രാവശ്യം ന്യൂസ് റിപ്പോർട്ടൊക്കെ ചെയ്തപ്പോ ഭയങ്കര റയറസ്റ്റ് ആയിട്ടൊരു, നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് ന്യൂസ്, പട്ടി മനുഷ്യനെ കടിച്ച ന്യൂസിൽ വലിയൊരു സാധനം വലിയ ഹൈപ്പായിട്ട് കാണിച്ചു. പക്ഷെ സത്യത്തിൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഓൺ കമ്പാരിസൺ ഏറ്റവും കൂടുതൽ ഫേക്ക് പോക്സസ് രജിസ്റ്റർ ആവുന്നത്. ഒരു സമയത്തെ കണക്കുണ്ട്, 4600 കേസ് ഒരു വർഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 4008 ഫോൾസ് എന്ന് പറയുമ്പോൾ ആലോചിച്ചോക്കെ, ലൈക്ക് 80% മുകളിൽ ഫോൾസ് ആണെന്ന് പോലീസ് കണ്ടെത്തിയ നമ്മുടെ NCRB ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2 തരം ഡിസ്പോസിഷനാണ് വരിക. ഒന്ന് പോലീസ് ഡിസ്പോസ് ചെയ്യുന്ന കേസുകളും കോടതി ഡിസ്പോസ് ചെയ്യുന്ന കേസുകളും. പോലീസ് തന്നെ 4008ഓളം ഫോൾസ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കോടതിയിൽ പോയി ട്രയൽ ഒക്കെ കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു 60% ഫോൾസ് ആണെന്ന് കണ്ടെത്തിയിട്ട് പുറത്തു വരുന്ന സംഭവമാണ്. പക്ഷെ ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അത്രയും പ്രയോറിറ്റി ആ ഒരു വിഷയത്തിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം വരുമ്പോ അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ കൊണ്ട് ആളെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊരു ടൂൾ ആയിട്ട് ആൾക്കാർ നല്ലോണം ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത്, ലൈക്ക് ഒരു പോക്സോ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെ ആളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ്. നമ്മുടെ നാട്ടില് ഈ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ റോമിയോ ജൂലിയറ്റ് നിയമം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തൊക്കെ ഉള്ള പോലെ, ലൈക്ക് ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ആൾക്കാർ തമ്മിലൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അവിടെ പോക്സ് ആപ്ലിക്കബിൾ ആക്കരുതെന്ന്. അതൊരു തരത്തിൽ അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയിൽ പിള്ളേര് വി കാൺ കൺട്രോൾ ഹൗ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു തിങ്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതൊരു ക്രൂസിഫൈഡ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ കൊണ്ടുപോകാതെ അവരെ പ്രോപ്പർ ആയിട്ട് ചാനൽ ചെയ്ത് ഗൈഡ് ചെയ്യാനും നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള പോക്സോല് ഇപ്പൊ ആൾക്കാർ പറയുന്ന ഈ പെൺകുട്ടി ചെയ്തു എന്ന് പറയുന്നതില് അത് എവിടുന്നാണ് ആ പെൺകുട്ടിക്ക് ആ ഒരു ഐഡിയ കിട്ടി എന്നുള്ളതാണ് ആക്ച്വലി നോക്കേണ്ടത്. ഇങ്ങനെ ഒരു വ്യാജ ഇത് കൊടുക്കുന്നത് ഇതില് ഒരു പ്രശ്നം വെച്ചാല് പൊതുവെ നമ്മളവിടെ ഫേക്ക് റേപ്പ് കേസുകളെണ്ണം പോക്സോ അല്ലാതെ എല്ലാത്ത രീതിയിൽ തന്നെ പൊതുവെ കൂടുതലാണ്. പലതവണ നമ്മളെ കോടതികൾ ഈ അറിയാം വിവാഹോഗ്ദാനം നൽകി നടന്മാര് പറ്റിയിട്ടുണ്ട്. പല നടന്മാരും ഇതെന്താ പ്രശ്നം, നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നപ്പം പോലീസ് ഇത് അറസ്റ്റ് ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതില് നമ്മൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും ടാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പല ആളുകളും പൊതുവെ ചെയ്യുന്ന ഒരു പരിപാടി, കേസ് വന്നാൽ വിദേശത്തേക്ക് പോയിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെ ഒരു പൊതുവെ. അപ്പൊ നമ്മുടെ കോടതികൾ പോലും ഈ പറയുന്ന കാര്യങ്ങള് ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നമുണ്ട്, വിവാഹോദ്ധാനം നൽകി പിടിപ്പിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ഇനി നമ്മൾ പോക്സോയിലേക്ക് വരുമ്പോൾ ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് 10 ആൾക്കാർ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതെന്തോ ബ്രേക്കപ്പ് ആയപ്പോൾ പ്രപ്പോസ് ചെയ്തു, അപ്പൊ ബ്രേക്കപ്പ് ആയപ്പോൾ പ്രശ്നം. അപ്പൊ ഈ ഒരു മെന്റാലിറ്റി ആലോചിക്കുക. ഈ 13 വയസ്സിൽ തന്നെ ഈ 10 ആളുകൾക്കെതിരെ വ്യാജ പരാതി കൊടുക്കുക പറഞ്ഞാൽ ഇതൊരു വേറെ ആളും ഇങ്ങനെ ഒരു ഭയങ്കരമായ പ്രശ്നം വരുന്നത്. പിന്നെ ഇനി വേറെ പോക്സോനെ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു, പോക്സോനെ നമ്മൾ ആ ഒരു സീരിയസ്നെസ് കാണുന്നതാണ്. പക്ഷെ കോടതി, സുപ്രീം കോടതി അക്നോളജ് ചെയ്തിട്ടുണ്ട് ഈ പോക്സോ കേസുകൾ നമ്മളിപ്പോ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പോക്സോ കേസുകൾ എന്നുള്ളതും. അതിനും പോരാതെ നോർമൽ നമ്മളെ സുപ്രീം കോർട്ട് അല്ലാതെ ലോവർ കോർട്ടുകൾ പോയി ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫേക്ക് കേസ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷ വളരെ കുറവാണ്. പിന്നെ അത് പോക്സോ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ചെറിയ പ്രായപൂർത്തി അല്ലാത്ത കുട്ടികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കുന്നവർക്കാണ്. അപ്പൊ ഇതിനൊന്ന് നമ്മളൊന്ന് റീവർക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ആലോചിച്ച് നോക്ക്, പ്രായപൂർത്തി അല്ലാത്തൊരു, ഇപ്പൊ ഈ ഒരു കേസിൽ സത്യാവസ്ഥ ഉണ്ടായിരുന്നു വെക്കുക, ആ പെൺകുട്ടി കൊടുത്ത ആരോപണത്തില് ലൈക്ക് അവളും ഒരു ബോയ് ഫ്രണ്ടും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ ആ പയ്യനെ ശിക്ഷിക്കില്ലേ? ശിക്ഷിക്കും. അവൻ 18 വയസ്സിന് താഴെയുള്ള, അവനും 18 വയസ്സിന് താഴെയുള്ളത്. അപ്പൊ അവന് ശിക്ഷ വരുന്നുണ്ട്. അപ്പൊ ഈ വ്യാജാരോപണം കൊടുത്ത പെണ്ണിന് എന്താ ശിക്ഷയില്ല? പക്ഷെ അതേസമയം ഇപ്പൊ ഈ 18 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കറിയുന്ന കുറച്ച് കേസുകളുണ്ട്, ഞാൻ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ 17 വയസ്സായ ചേച്ചി 13 വയസ്സായ തന്റെ അനിയനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു, എന്നിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ പോലീസ് ആ 13 വയസ്സായ ആൺകുട്ടിയാണ്
ജുവനൈൽ ജസ്റ്റിസ് ഹോമിലോട്ട് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇത് അപ്പൊ ചെയ്ത അതൊക്കെ ചേച്ചിയല്ല. ശരിക്കും ഓക്കെ പോക്സോ കേസ് രണ്ട് ബോക്സാണ്. അതെ. പക്ഷെ 2 ബോക്സാണ് സ്ത്രീക്കാണ് സംരക്ഷണം കിട്ടുന്നത്. കാരണം നമ്മുടെ റേപ്പ് ലോസ് അങ്ങനെയാണ്. റേപ്പ് ലോസിന്റെ താഴെയാണ് ഈ സാധനം, അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേപ്പ് ലോസിൽ പറയുന്നത് ഒരു പുരുഷനാണ് പീഡിപ്പിക്കുക എന്നാണ്. അതെ, ഇതിപ്പോ സ്ത്രീകൾക്ക് പൊതുവെ ഒരു എന്താ പറയാ നിയമത്തിന്റെ ആനുകൂല്യം അല്ലെങ്കിൽ ഒരു പ്രിവിലേജസ് കിട്ടുന്നതായിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇതൊക്കെ ആക്ച്വലി പല ഓക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിലൊക്കെ എനിക്ക് വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. പല പഴയ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്ത്രീക്ക് അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പറയാനാണെങ്കിൽ ഒരു മുന്നിലേക്ക് വരണം എന്നുള്ള രീതിയിൽ അത് അംഗീകരിച്ചു കൊടുത്താലും പല ലോകത്തും കഥ മാറി. അവിടെയൊക്കെ ജനറൽ ഫസ്റ്റത്തെ കാര്യം ഫേക്ക് റേപ്പ് കേസുകൾക്ക് ശിക്ഷ കഠിനമാക്കണം. കഠിനമാക്കണം ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ശിക്ഷ വളരെ മിനിമൽ, 500 രൂപ വരെ കൊടുത്ത് കൊന്ന സ്ത്രീകൾ 500 രൂപക്ക് ഫൈൻ ജാമ്യത്തിലല്ല, ജാമ്യത്തല്ലാതെ പുറത്തേക്ക് ഭർത്താവിനെ കൊന്ന സ്ത്രീക്ക് ശിക്ഷ എന്ന് പറയുന്നത് 500 രൂപ. നമ്മൾ അന്നൊരു കേസ് കണ്ടതല്ലേ, എന്തോ കല്യാണം കഴിഞ്ഞ് എന്തോ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഒരാളെ തള്ളിയിട്ട ഒരു കേസ് ഈ റീസെന്റ് അല്ലേ വന്നത്, ഒരു നവവധു എങ്ങാണ്ടോ. ആ ഒരു കേസൊക്കെ എന്തായി, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, ബാക്കിയൊന്നും നമുക്ക് അറിയത്തില്ല. അതെ അതെ. അപ്പൊ ഇത് ഈ ശിക്ഷ ഒന്നുകൂടി നമ്മൾ ഈ ഒഫൻസ് ഇതൊരു ഒഫൻസായി കാണും. വ്യാജ പരാതി കൊടുക്കുക എന്നുള്ളത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പെൺകുട്ടി വരുന്ന സെക്ഷൽ ആക്ട് നടന്നില്ല, വൈദ്യ പരിശോധനയിൽ പീഡനം നടന്നില്ല, അതിന് തെളിവില്ല. പക്ഷെ നിങ്ങൾ ഇതിപ്പോ പോക്സോ ആണ്, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കുക. പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ആരോപണം ഉന്നയിച്ചു. അവിടെ എങ്ങാനും ഈ പുരുഷനായിട്ട് ഒരു സെക്ഷൽ ആക്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കുടുങ്ങി. ഇല്ലെങ്കിൽ അവൻ ആക്ച്വലി പറയും ഒരു സെക്ഷൽ ആക്ട് ഇല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് എടുക്കാം. ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്, അത് വിവാഹിതയായ ഒരു സ്ത്രീയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. സുപ്രീം കോടതി തന്നെ നമുക്കൊരു അതുണ്ടല്ലോ, വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെയാണ് വിവാഹിതയോട് പറയാൻ സ്വീകരിക്കാൻ പറ്റുന്നത്. കോർട്ട് ഇപ്പം നമുക്ക് ആകെ പ്രതീക്ഷ കോർട്ടിനെയാണ് നമ്മൾ പ്രതീക്ഷ. കോർട്ടിനെ പല ജഡ്ജ്മെന്റുകളിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രവണത ഉണ്ട്. പോക്സോ പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഈ പോലീസ് വന്നിട്ട്, പോലീസ് മീൻസ് പോലീസ് ആണ് ഇങ്ങനത്തെ കാര്യം, പോലീസ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, നിങ്ങൾ വ്യാജ പരാതി കൊടുക്കരുത്. പിന്നെ ഇതൊരു എന്നുവെച്ചാൽ നമ്മളിപ്പോ പോക്സോ കേസുകളിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അറൌണ്ട് ആളുകൾ തമ്മിൽ ഇഷ്ടത്തിലാവും. അധിക പോക്സോ കേസുകളും ഒന്നുകിൽ മാതാപിതാക്കള് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാവുമ്പോൾ കൊടുക്കുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രപ്പോസൽ റിജക്ട് ചെയ്യാനും. പക്ഷെ കേരളത്തില് ഏറ്റവും കൂടുതൽ പോക്സോ കേസ് രജിസ്റ്റർ ആവുന്നത് എപ്പോഴാണെന്ന് അറിയാം, ഡിവോഴ്സ് കേസസ് വരുമ്പോ കൊച്ചിന്റെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി അമ്മമാര് അച്ഛന്മാർക്ക് ലൈംഗികമായിട്ട് കുട്ടികളെ ദുരുപയോഗം അച്ഛന് കസ്റ്റഡി കിട്ടില്ല. ഇതിന്റെ കേസിന് ബലം കിട്ടാൻ വേണ്ടി വക്കീല് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കേസുകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ദുരുപയോഗം തടയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് സത്യസന്ധമായിരുന്നെങ്കിൽ അവരെങ്ങനെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കൊണ്ടുപോയി വിടുമോ, അതേപോലെ വ്യാജാരോപണമാണെന്ന് കൺക്ലൂസീവ്ലി പ്രൂവൺ ആണെങ്കിൽ ആ പെൺകുട്ടികളെ അതേ ശിക്ഷ കൊടുക്കണം. ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ എന്റെ കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്ന ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ അത് പ്രൂവൺ ആയിരുന്നെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ, ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ആവുമ്പോ അവർക്കൊരു ശിക്ഷ കൊടുക്കുമല്ലോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം. ഇതേ ശിക്ഷ വ്യാജാരോപണമാണെന്ന് കൺക്ലൂസീവായി പ്രൂവ് ആണെങ്കിൽ ആ കുട്ടിക്കും കൊടുത്താൽ, പക്ഷേ ഇത് ആ കുട്ടിക്ക് കൊടുത്ത ചരിത്രം നമ്മൾ നാളെ ഒരു ഫേക്ക് റേപ്പ് കേസ് ഫയൽ ചെയ്താൽ പോലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം തന്നെയല്ലേ മൊത്തത്തിലുണ്ട്. ഇപ്പൊ ഗാർഹിക പീഡനം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനത്തിന് പ്രശ്നമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ. കാരണം പറയുന്ന ഈ ആദ്യമൊക്കെ ഇരയുടെ പരാതിയില് ശരിയാണ്, ചില സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം ലഭിച്ചിട്ടുണ്ടാവും, പക്ഷെ ഭൂരിഭാഗവും ഒരു മെന്റൽ ടോർച്ചറിങ്, ഹസ്ബൻഡിനെ ടോർച്ചർ ചെയ്യുന്ന പോലത്തെ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അഗ്രഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് അഗ്രഷനും ഫീമെയിൽ അഗ്രഷൻ പാസീവ് അഗ്രഷനും ആണ്. അത് സൈക്കോളജി അത് കൂടുതൽ പറയേണ്ടി വരും. ഇതിപ്പോ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിയമത്തിൽ അതില്ല, പക്ഷെ അത് വരണം. സജഷൻ എന്നുള്ള രീതി നമുക്കത് സജഷൻ ഒരു പണിഷ്മെന്റ് എന്തിനാ കൊടുക്കുന്നത്, ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ടാണ്. സമൂഹത്തിനൊരു എന്താ പറയുക സന്ദേശവും, അതേപോലെ കുറ്റം ചെയ്ത ആൾക്കൊരു ശിക്ഷയും, അത് ആവർത്തിക്കാതിരിക്കാൻ. ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നത് ഒരു തെറ്റല്ലേ?
തീർച്ചയായിട്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ആ തെറ്റ് ബാക്കിയുള്ള ജനങ്ങൾ ചെയ്യാതിരിക്കാനും ഒരു പൊതുസന്ദേശവും അതേസമയം ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു പണിഷ്മെന്റ് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസണും കൂടി ആയിട്ട് ഇതുപോലത്തെ ശിക്ഷകൾ കൊടുക്കണം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിൽ പൊതുവെ ചിലര് ആളുകൾ പറയുന്നത് ന്യായം വെച്ചാൽ എല്ലാ പണിഷ്മെന്റ് നമ്മളിപ്പം എല്ലാ കുറ്റങ്ങളിലും പല ആളുകൾ അല്ലെങ്കിൽ പല പരാതിയിൽ വ്യാജ പരാതി എല്ലാ കേസുകളിലും ഉണ്ട് എന്നുള്ളത് ന്യായപരമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം വെച്ചാൽ ഒരു ആണുങ്ങൾക്ക് റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല. സെക്ഷൽ മോളസ്റ്റ് അത് ചെറിയ കേസാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു നിയമമാണ് ഈ DV, ഡൊമസ്റ്റിക് വയലൻസും റേപ്പ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആണുങ്ങൾക്ക് ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ ഫേക്ക് വരുന്നത്. മറ്റേ കേസുകൾ എന്ന് പറഞ്ഞപ്പോ നമ്മള് ചെറിയ ബാക്കിയുള്ളതിലെല്ലാം ഫേക്ക് കേസസ് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ പരാതി ആരാണോ കൊടുക്കുന്നത് അവര് തെളിവ് കൊടുക്കണം. ഇങ്ങനെ ഒരു സംഗതി നടക്കും, എനിക്ക് അടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്താലാണ് കേസ് എടുക്കുക. അങ്ങനെയല്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം സ്ത്രീ അല്ലെങ്കിൽ പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി മാത്രം മതി. ആരാണോ പ്രതി എന്നുള്ളത് ആ കുട്ടി പറയുന്ന അതിനുശേഷമാണ് ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റ് എടുത്തു, അതിലാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല തെളിഞ്ഞത്. ഒരു യുവാവിനെ പോലീസ് പിടിച്ചിട്ട് അടിച്ചു മരിച്ചു. ഈ മർദ്ദനമേറ്റു, ആ കുടുംബത്തിലെ മാനം കപ്പല് കയറി. അതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എഴുതി കൊടുത്ത മൊഴി, ആ മൊഴിയിൽ എന്നെ സെക്ഷലി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ടൈം സ്റ്റാമ്പ് ഒക്കെ കൊടുത്തപ്പോഴാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ 2 ഫിംഗർ ടെസ്റ്റ് ഒക്കെയാണ് നടത്തുന്നത്. അവിടെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇതേ സ്ഥാനത്ത് ഈ പെൺകുട്ടി പറയാണ് എന്നെ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, ബാക്കി വേറൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, 10 പേരും കൂടി എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെഡിക്കൽ ടെസ്റ്റിന് റെലവൻസ് വരുന്നില്ല. അപ്പൊ പെൺകുട്ടി എന്ത് ചെയ്യും? അപ്പൊ പോലീസിന് എന്തായാലും പയ്യന്മാരെ അറസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യാനേ പറ്റില്ല. കാരണം എവിഡൻസ് ആക്ട് പ്രകാരം ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി.